ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി കണ്ണൂരിൽ വിറ്റ ടിക്കറ്റിന് അനീഷ് എം ജി എന്ന ഏജൻസി വിറ്റ XD 387132 എന്ന ടിക്കറ്റിനാണ് 20 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത്. 20 പേർക്ക് 1 കോടി രൂപ വീതം രണ്ടാം സമ്മാനവും ലഭിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായി നറുക്കെടുത്ത നമ്പർ XD 387132. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ XD 387132. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, 20 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ടിക്കറ്റ് വ്യക്തമായിരിക്കുന്നു, ഏജന്റിനെയും കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നതിലൊക്കെയാണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? 7,67,065 ടിക്കറ്റുകളായിരുന്നു ആകെ വിറ്റുപോയത് ഇന്ന് ഉച്ചവരെ. ആ ടിക്കറ്റുകളിൽ നിന്ന് നടന്ന നറുക്കെടുപ്പിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണൂരിൽ അനീഷ് എം ജി എന്ന ഏജന്റ് വിറ്റ XD 387132 എന്ന ടിക്കറ്റിന് ഒന്നാം സമ്മാനമായ 20 കോടി രൂപ അടിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റ് 20 പേർക്ക് രണ്ടാം സമ്മാനമായ ഓരോ കോടി രൂപ വീതവും അടിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒന്നാം സമ്മാനത്തിൻ്റെ ഇതേ അക്കമുള്ള മറ്റ് സീരീസുകളിലെ നമ്പറുകൾക്കും സമാശ്വാസമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കുമെന്നതാണ്. അതായത് ഇത്ര അധികം ആളുകൾക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ എത്തുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആകെ അച്ചടിച്ച 50 ലക്ഷം ടിക്കറ്റുകളിൽ 47,67,000-ലധികം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുമ്പോൾ മലയാളികൾ എത്ര പ്രതീക്ഷയോടെയാണ് ഈ ബമ്പർ നറുക്കെടുപ്പിനെ നോക്കിക്കണ്ടത് എന്ന് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. കണക്കുകൾ പ്രകാരം പാലക്കാട് തന്നെയാകും ടിക്കറ്റ് വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ഒന്നാം അത് എത്തിയിരിക്കുന്നത്. രണ്ടാമത് തിരുവനന്തപുരവും മൂന്നാമത് തൃശ്ശൂരും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കിൽ. ഇനി ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് 20 കോടി രൂപ ലഭിച്ച ഭാഗ്യശാലി ആരാണ്? അതൊരു മലയാളിയാണോ, അത് കണ്ണൂർ സ്വദേശി തന്നെയാണോ? ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ്. എന്തായാലും നേരത്തെയുള്ള പതിവനുസരിച്ച് ചിലർ ഈ കാര്യങ്ങൾ ലോട്ടറി വകുപ്പിനെ നേരിട്ട് അവിടെ എത്തി അതീവ രഹസ്യമായി അറിയിക്കുന്ന ഒരു പതിവാണുള്ളത്. കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നതിലൂടെ അവർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇതിനോടകം ലോട്ടറി അടിച്ചവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമോ ഈ സ്ഥിതി? അതോ ഇയാൾ പരസ്യമായി തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞ് വരുമോ? പരസ്യമായി അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറാകുമോ? ഈ കാര്യത്തിലൊക്കെ വൈകാതെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും അനീഷ് എം ജി, കണ്ണൂരിൽ നിന്നുള്ള അനീഷ് എം ജി എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഈ ഭാഗ്യം തുണച്ചിരിക്കുന്നത്, 20 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. അതാരാണ് ആ ഭാഗ്യശാലി എന്ന് അനീഷിന് പറയാൻ കഴിയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതല്ല, അനീഷിന് അത് അറിയില്ല എങ്കിൽ വൈകാതെ ഇദ്ദേഹത്തെ സംബന്ധിച്ച വിവരങ്ങൾ വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ലോട്ടറി വകുപ്പും ഉള്ളത്. എന്തായാലും ഇതോടൊപ്പം തന്നെ സമ്മർ ബമ്പർ 10 കോടി രൂപ സമ്മാനത്തുകയുള്ള സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ധനമന്ത്രി KN ബാലഗോപാൽ അല്പസമയം മുമ്പ് ഖോർക്കി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. 20 കോടി രൂപ ഒന്നാം സമ്മാനമായിട്ടുള്ള ടിക്കറ്റ് വ്യക്തത കൈവന്നിരിക്കുന്നു. കണ്ണൂരിൽ ആണ് ഈ ടിക്കറ്റ് വിറ്റുപോയിട്ടുള്ളത്. അനീഷ് എം ജി എന്ന ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റത്. XD 387132 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ഒപ്പം ഡാനി, ടിക്കറ്റിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 47 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെടുന്നത്. അതിൽ വലിയൊരു ശതമാനം തുകയും സമ്മാനാർഹർക്ക് തന്നെയാണ് പോകുന്നത് എങ്കിൽ പോലും സംസ്ഥാന ഖജനാവിനും വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നായി മാറുന്നുണ്ട്. ഒരു ഘട്ടത്തിലടക്കം ഈ ടിക്കറ്റുകൾ, അതായത് കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം സംസ്ഥാനത്തിന് പുറത്തേക്ക് സമ്മാനങ്ങൾ പോകുന്നു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നു. ഇപ്പോഴും ആർക്കാണ് ഒന്നാം സമ്മാനം എന്നതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും കേരളത്തിലെ ലോട്ടറിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന് തന്നെയല്ലേ ഡാൻ മനസ്സിലാക്കേണ്ടത്?
ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ നറുക്കെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത്. 20 കോടി രൂപ വിറ്റ ടിക്കറ്റ്, 20 കോടി രൂപ സമ്മാനത്തുകയായിട്ടുള്ള ടിക്കറ്റിന്റെ നമ്പർ വ്യക്തമായിരിക്കുന്നു. XD 387132 എന്ന ടിക്കറ്റിനാണ് 20 കോടി രൂപ ഒന്നാം സമ്മാനമായി ലഭിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാർ അമൃത്സറിൽ എത്തി. 79 പുരുഷന്മാരും 25 സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത 12 പേരുമാണ് സംഘത്തിൽ ഉള്ളത് എന്നാണ് വിവരം. ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അധികവും. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം വിശദമായി പരിശോധിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബു ആണുള്ളത്. കിരൺ, 18,000-ഓളം ഇന്ത്യക്കാർ അനധികൃതമായി തുടരുന്നു എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അതിൽ ഉള്ള സംഘം ആണിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവരിപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് ഇവരുടെ പശ്ചാത്തലമെന്ന് കൂടുതൽ അന്വേഷിക്കേണ്ട സാഹചര്യമാണോ ഉള്ളത്? അഭിലാഷ്, ഇന്നലെ അമേരിക്കയിലെ ടെക്സാസിൽ നിന്നാണ് തിരിച്ചത് വിമാനം. C-17 വ്യോമസേന വിമാനത്തിലാണ് 205 ഇന്ത്യക്കാരുമായി വിമാനം എത്തിയത്. അത് അമൃത്സറിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അമൃത്സറിൽ ഈ വിമാനം എത്തിച്ചേർന്നത്. 205 ഇന്ത്യക്കാരാണ് ഇതിലുള്ളത്. ഇനി ഇന്ത്യ ചെയ്യേണ്ടത്, നേരത്തെ തന്നെ ഇന്ത്യ ഈ 205 വരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇവരുടെ രേഖകൾ പരിശോധിച്ച് ഇവർ ഇന്ത്യക്കാരാണോ എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഇനി അത് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇവരെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യും. നിങ്ങൾ എവിടെ നിന്നാണ് പോയത്, എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയത്, അത് രേഖകളില്ലാതെ അനധികൃതമായ കുടിയേറ്റമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണത്താൽ രേഖകൾ നഷ്ടപ്പെട്ടതാണോ, സ്റ്റുഡൻറ് വിസയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിസയിലോ പോയിട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അവിടെ കുറച്ചു കാലം മാത്രം നിന്നതായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. അതിനുശേഷം ഇവരെ ജന്മനാടുകളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ അമൃത്സറിലാണ് വിമാനം ഇറക്കിയിരിക്കുന്നത്. നേരത്തെ ഡൽഹിയിൽ വിമാനം ഇറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് അമൃത്സറിലേക്ക് മാറ്റുകയായിരുന്നു. കൂടുതൽ പേർ പഞ്ചാബികളാണ് എന്നതുകൊണ്ടാണ് അമൃത്സറിലേക്ക് മാറ്റിയതെന്ന് ഒരു വെർഷനുണ്ട്. അതല്ല, ഇന്ത്യ നിർദ്ദേശം അനുസരിച്ചാണ് ഡൽഹിയിൽ ഇറക്കേണ്ടതില്ല, രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അങ്ങനെ ഒരു ഡീപ്പോർട്ട് ചെയ്ത ആളുകളെ ഇറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അത് അമൃത്സറിലേക്ക് ഇറക്കുകയായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇതുവരെയും വന്നിട്ടില്ല. അമേരിക്കയിൽ നിന്ന് ഇന്നലെ വിമാനം ഉയർന്ന ശേഷവും ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല ഇന്ത്യയിൽ എവിടെയാണ് ഇത് എത്തുന്നതെന്ന്. നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ നടന്നു. വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവരുമായി ഇത്തരം ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യക്കാർ ആരെങ്കിലും അനധികൃതമായി അമേരിക്കയിലുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും ഇന്ത്യ അമേരിക്ക ബന്ധം വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യത്ത് രേഖകളില്ലാതെ അനധികൃതമായി ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ രാജ്യം സ്വീകരിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര മര്യാദയാണ്. അതനുസരിച്ചാണ് ഇന്ത്യയും അങ്ങനെ സ്വീകരിക്കാം എന്ന് സമ്മതിച്ചത്. 18,000-ഓളം ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ അമേരിക്കക്കാരുടെ കണക്കിൽ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ ഉള്ളത്. അങ്ങനെ 18,000-ഓളം പേരെ ഉള്ള ആദ്യ സംഘത്തെയാണ് ഇപ്പോൾ, അതിൽ 205 പേർ മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാവരെയും ഇന്ത്യയിലേക്ക് മടക്കി അയക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. എല്ലാ കുടിയേറ്റക്കാരെയും, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ കയറ്റുമതിക്കാണ് അമേരിക്ക ഒരുങ്ങുന്നത്, മനുഷ്യ കടത്തിനാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നാണ് ട്രംപ് തന്നെ പറഞ്ഞത്. അമേരിക്കയിലുള്ള എല്ലാവരെയും അനധികൃതമായി താമസിക്കുന്ന മുഴുവൻ രാജ്യക്കാരെ, അങ്ങനെ കണക്ക് പ്രാഥമികമായ കണക്കുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയുള്ള കണക്കിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ളവർ മറ്റ് രാജ്യങ്ങളെ വെച്ച് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് 18,000 പേരാണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്.